ഏവർക്കും സ്നേഹമിശ്രണമായ സ്വാഗതം. ഈ വീഡിയോയിൽ അക്കാമ 123 എന്ന ഐഡൻറ്റിറ്റിയിൽ എ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി, ഒരു സഹോദരി. കഴിഞ്ഞ ദിവസം ഞാൻ മാരാമൺ കൺവെൻഷനെ പറ്റിയുള്ള പൊതുവായ പരാമർശങ്ങൾ, അതെൻ്റെ പരാമർശങ്ങളല്ല, മറ്റുള്ളവർ നടത്തിയ പരാമർശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനോട് പ്രതികരിച്ചുകൊണ്ട് ഏവരുമായി പങ്കിട്ട വീഡിയോ അത് ഏകദേശം 22,000 ആളുകൾ ഈ നിമിഷം വരെ കണ്ടിട്ടുണ്ട്. അനേകം ആളുകൾ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിലൊരു പ്രതികരണമാണ് അക്കാമ 123. അത് ഇപ്രകാരമാണ്: ക്യാൻ യു സജസ്റ്റ് എ ബെറ്റർ കൺവെൻഷൻ? മാരാമൺ കൺവെൻഷനേക്കാൾ മേൽത്തരമായ മറ്റൊരു കൺവെൻഷനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം എൻ്റെ ശ്രദ്ധയിൽ നന്നേ പതിച്ചു. അനേക പ്രതികരണങ്ങൾ ലഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ പ്രത്യേകമായിട്ട് ഈ ഒറ്റ വാചകത്തിലുള്ള ചോദ്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അതിൻ്റെ ഫലമായി ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യുന്നത് പരിഗണിക്കേണ്ട ഒരു ചുമതല തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ഫലമായി അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ ചിന്തകളുടെ അംശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ദയവായി അംഗീകരിക്കുക. ഞാൻ മാർത്തോമ സഭയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഞാൻ മാരാമൺ കൺവെൻഷനെ വളരെ ബഹുമാനത്തോടു കൂടെ വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ചില ഇടങ്ങളിൽ അംഗീകാരം ലഭിക്കണമെന്നത് ലക്ഷ്യമാക്കി സത്യം പറയേണ്ടിടത്ത് മുഖസ്തുതി പറയുന്ന കലാപരിപാടി എനിക്കറിയില്ല. എല്ലാവർക്കും നന്മ വരണം എന്ന ഒരേ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നത്. നന്മ വരണമെങ്കിൽ നാം സഞ്ചരിക്കേണ്ട ദിശയിലേക്ക്, ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകണം. ജീവിതം ഒരു ആത്മീയ പ്രവാഹമാകണം എന്നത് എൻ്റെ അടിസ്ഥാന വിശ്വാസമാണ്. ഞാൻ ജീവിതത്തിൽ കുറച്ചൊക്കെ അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവിക്കുന്നത്, കുറച്ചൊക്കെ വിജയം കൈവരിച്ച് കഴിയുമ്പോൾ ആദ്യകാലത്തുണ്ടായിരുന്ന ആ ഒരു എരിവും ജീവനും താല്പര്യവും ഉത്സാഹവും ഒക്കെ പോയിട്ട് ചില നേട്ടങ്ങൾ കൈവരിച്ചു എന്നതിൽ അഭിമാനിച്ച് അങ്ങനെ തന്നെ അതിൽ പിടിച്ച് കിടക്കുന്ന ഒരു പ്രവണത വളരെ സ്വാഭാവികമാണ്. മനുഷ്യ സ്വഭാവത്തിൽ അത് അടങ്ങിയിട്ടുള്ളതാണ്, മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. എന്നാൽ അതുകൊണ്ട് നമുക്ക് നഷ്ടമുണ്ടാകും, ലാഭമുണ്ടാകുകയില്ല. നമ്മുടെ വലിയ സാധ്യതകൾ ഇനിയും പ്രാപിക്കാനായി മുൻപിലുണ്ട്. ആ ഒരു ദിശയിലേക്ക് പ്രയാണം ചെയ്യണം എന്ന് ആളുകൾ ഓർക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും ഈ സഹോദരി ഇപ്രകാരം ചോദിച്ചത് കൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാരാമണിനേക്കാൾ മേൽത്തരമായ മറ്റൊരു കൺവെൻഷനും കേരളത്തിലില്ല, മറ്റൊരു കൺവെൻഷനും ഭാരതത്തിലില്ല. ഞാൻ കുറഞ്ഞ പക്ഷം 17 രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും മാരാമൺ കൺവെൻഷനെ പോലെ ഒരു കൺവെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് സത്യം. എന്നാൽ നാം ആ ഒരു തോത് വരെ വളർന്നു എന്നതുകൊണ്ട് ഇനി മുൻപോട്ട് നോക്കണ്ട എന്നർത്ഥമുണ്ടോ? മനുഷ്യൻ അവൻ്റെ ജീവിതം, അതിൻ്റെ ഭംഗിയും ആരോഗ്യവും നിലനിർത്തേണ്ടതിന് നിരന്തരം അന്വേഷിക്കുക അവൻ്റെ കടമയായി മനസ്സിലാക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7-ാം അധ്യായം, അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷിക്കുന്നതിൻ്റെ ആവശ്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നാം പങ്കെടുക്കുന്ന പ്രസ്ഥാനങ്ങളുടെയും ആന്തരികമായ ഊർജവും
അന്തസത്തയും ആധികാരികതയും നിലനിർത്തുക മാത്രമല്ല, അനുദിനം കൂടുതൽ കൂടുതൽ മേൽത്തരമായി തീരുവാൻ ഉള്ള സാധ്യതകൾ സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ കടമ. അതുകൊണ്ട് മാരാമൺ കൺവെൻഷൻ ഇന്ന് കേരളത്തിൽ മാർത്തോമാക്കാരുടെ മാത്രം സമ്പത്തല്ല, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ മാത്രം സമ്പത്തല്ല. ഇത് കേരളത്തിൻ്റെ പൊതുമുതലായി വളർന്നു എന്നതിൽ ഞാൻ അളവില്ലാതെ അഭിമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ അവിടെ തന്നെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ വി ഡി സതീശൻ സംബന്ധമായ കോൺട്രവേഴ്സി ഉണ്ടായി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് തന്നെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. അതിൽ ഒഴിച്ചുകൂടാവുന്ന വൈക്ലഭ്യം വിളിച്ചു വരുത്തി എന്നുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായി ആളുകൾ കൂടുതൽ പൊതുരംഗത്ത് വന്ന മാരാമൺ കൺവെൻഷനെ പറ്റി അതൃപ്തി പ്രകടിപ്പിക്കുന്നത്? ഞാൻ എൻ്റെ വീഡിയോയിൽ മാരാമൺ കൺവെൻഷനെ പറ്റി എൻ്റേതായി ഒരു നിരീക്ഷണവും നടത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 4 കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞതിൽ പരാതിയായി പറഞ്ഞതിനെ കേന്ദ്രീകരിച്ച് ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്നാൽ അതിനോട് ലഭിച്ച പല പ്രതികരണങ്ങളും ഞാൻ മാരാമണ്ണിനെ എതിർക്കുന്നു, അത് വിമർശിക്കുന്നു, അതിന് നീ ആരാടാ എന്ന വിധത്തിലാണ്. അതൊരു പക്ഷെ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീഡിയോ കാണാതെ പ്രതികരിക്കുന്ന ആളുകൾ അനേകമാണ്. മുൻവിധി വെച്ച് മാത്രം പ്രതികരിക്കുന്ന, അങ്ങനെ ആകാം, സാരമില്ല, പ്രശ്നമല്ല. പക്ഷേ അതുകൊണ്ടൊന്നും നിരാശപ്പെട്ടോ അല്ലെങ്കിൽ ഭയപ്പെട്ടോ പിന്മാറുന്ന ഒരു സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളവുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തെ അനുധാവനം ചെയ്തുകൊണ്ട് എനിക്ക് എവരോടും പറയാനുള്ളത്, കഴിഞ്ഞ 130 വർഷമായി മാരാമൺ കൺവെൻഷൻ ആകാശം മുട്ടെ വളർന്നു എന്ന യാഥാർത്ഥ്യം, അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൻ്റെ ആത്മീകമായ ഖജനാവിലെ ഒരു വലിയ സ്ഥാനം അർഹിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ്, സംശയമില്ല. എന്നാൽ അതേ സമയം തന്നെ മാർത്തോമാ സഭയെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനെ ആത്മീയമായി ആന്തരികമായി അധികം സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരങ്ങൾ ദയവായി മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഒരു കൺവെൻഷൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവനും മനസാക്ഷിയിൽ നിറഞ്ഞു നിൽക്കത്തക്കവണ്ണം വളർന്നു കഴിയുമ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. അതാരും പരാമർശിക്കാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് ഞാൻ അവതരിപ്പിക്കുന്നതിലുള്ള ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി നിങ്ങൾ ഇത് വിചിന്തനം ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതെന്താണ് ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് മാരാമൺ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കൺവെൻഷൻ മാത്രമല്ല, അതൊരു കണ്ണാടി കൂടെയാണ്. ആവർത്തിക്കാൻ പോവുകയാണ്, അതൊരു കണ്ണാടി കൂടെയാണ്. അതായത് മാർത്തോമാ സഭയുടെ ഇപ്പോഴത്തെ ആത്മീകമായ അവസ്ഥ എന്ത് എന്ന് കേരളത്തെ മുഴുവനും അറിയിക്കത്തക്കവണ്ണമുള്ള ആ യാഥാർത്ഥ്യങ്ങൾ പ്രതിബിംബിക്കുന്ന ഒരു കണ്ണാടി കൂടെയാണ് ഈ മാരാമൺ കൺവെൻഷൻ എന്ന സത്യം എന്തുകൊണ്ടാണ് മാർത്തോമാക്കാർ തിരിച്ചറിയാത്തത് എന്ന് ഞാൻ വളരെ അത്ഭുതത്തോടുകൂടെ ചിന്തിച്ചു പോവുകയാണ്. നാം ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ആ കൺവെൻഷനിൽ നമ്മുടെ അവസ്ഥ കൂടെ പ്രതിബിംബിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. 2005 ആണെന്ന് തോന്നുന്നു. അന്ന് ഞാൻ മാരാമൺ മുഖ്യ പ്രാസംഗികനാണ്. 2001 തൊട്ട് ഞാൻ എല്ലാ വർഷവും മാരാമണിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്ന് ആ കാലം ഓർമ്മിക്കുന്നവർ തിരിച്ചറിയുന്നതാണ്. അപ്പോൾ സ്വാമി അഗ്നിവേഷ് എന്നോട് പറഞ്ഞു, എനിക്ക് മാരാമണിന് വന്ന് താങ്കളുടെ പ്രസംഗം കേൾക്കണം എന്ന് താല്പര്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. ഞാൻ അദ്ദേഹത്തെ കൂട്ടി വന്നു. അദ്ദേഹം മാരാമൺ 5-6 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പല അനുഭവങ്ങൾ അത് സംബന്ധമായിട്ട് മുഴുവനായിട്ടൊന്നും ഒരു കാര്യം ഞാൻ മാത്രം പറയാം. അങ്ങനെ മാരാമണിൽ പങ്കെടുത്ത ശേഷം സ്വാമി അഗ്നിവേഷ് ഡൽഹിയിലും ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും
ഞങ്ങളന്ന് ഭാരതത്തിൽ മുഴുവനും പ്രസംഗിച്ച് നടക്കുന്ന കാലമാണ്. ഡൽഹിയിലും അനേക സംസ്ഥാനങ്ങളിലും പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് മാരാമൺ ഭാരതത്തിന് ഒരു മാതൃകയാകണം എന്നാണ്. കാരണം എന്താണ്? ഒരു പോലീസുകാരൻ്റെയും സാന്നിധ്യമില്ലാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു പോകുന്നു. അവിടുത്തെ അച്ചടക്കം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ അച്ചടക്കത്തിൽ തന്നെ ഒരു വലിയ ആത്മീയതയും ഒരു ആത്മീയ സംസ്കാരവുമുണ്ട്. ഇത് മാരാമൺ അല്ലാതെ മറ്റ് ഭാരതത്തിൽ എങ്ങും കാണുവാൻ സാധ്യമല്ല എന്ന് കുറഞ്ഞ പക്ഷം 20-25 തവണയെങ്കിലും സ്വാമി അഗ്നിവേശ് വലിയ വലിയ വേദികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാണ്. അപ്പോൾ അങ്ങനെ വളരെ ശ്രദ്ധേയമായ പ്രസക്തിയുള്ള പ്രത്യേകതയുള്ള ഒരു വലിയ ആത്മീയ പ്രസ്ഥാനമാണിത്. പക്ഷേ അത് ഇപ്രകാരം വളർന്നു എന്നതുകൊണ്ട് മാത്രം അതിനെ വിമർശിക്കരുത്, അതിൽ പോരായ്മകൾ ഇപ്പോൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് തന്നെ നമ്മുടെ ആത്മീയ പാപ്പരത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും എനിക്ക് ഇത് സംബന്ധമായി പറയാനുള്ളത്, യേശു പറഞ്ഞു നിങ്ങൾ നിരന്തരം പൂർണ്ണതയെ സൽഗുണ പൂർണ്ണതയെ അന്വേഷിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 42-ാം വാക്യം, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനാകുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. അത് പറഞ്ഞാൽ നാം എന്തെല്ലാം പ്രസ്ഥാനം നടത്തുന്നു, എന്തെല്ലാം ചുമതല ഏറ്റെടുക്കുന്നു, എന്തെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു, അവിടെയൊക്കെ പൂർണ്ണത അന്വേഷിക്കണം. അതിൻ്റെ നന്മ, സൽഗുണ, എല്ലാ ഗുണത്തിൻ്റെയും പൂർണ്ണത നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ആത്മീയമായ ജീവനുള്ളവൻ. ബാക്കിയുള്ളവൻ മൃതപ്രായനാണ് എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു പ്രസ്ഥാനത്തിൽ ചേർന്ന് അല്ലെങ്കിൽ അത് ചുമതല എടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നന്മ ആസ്വദിച്ചുകൊണ്ട് കഴിയുന്ന വ്യക്തികൾ ആ പ്രസ്ഥാനം നിരന്തരം അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഗമിക്കണം അല്ലെങ്കിൽ പുരോഗമിക്കണം എന്ന് താല്പര്യമുള്ളവർ സതുദ്ദേശത്തോടുകൂടെ നടത്തുന്ന വിമർശനത്തെ കടന്നാക്രമിക്കുകയില്ല. അങ്ങനെയുള്ള ശബ്ദങ്ങൾ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയില്ല. അങ്ങനെ വിമർശിക്കുന്ന ആളുകളെ തേജോവധം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയില്ല. നാം യഥാർത്ഥത്തിൽ സർഗാത്മകതയോടെ ക്രിയാത്മകമായി ചിന്തിക്കുകയും ആത്മീകമായ ഊർജ്ജസ്വലതയോടെ ഒരു പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമെങ്കിൽ ഏത് ദിശയിൽ നിന്നും വിമർശനം വന്നാലും അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പുതുതായി തിരിച്ചറിഞ്ഞൊരു ഫീഡ്ബാക്കായി മനസ്സിലാക്കി തിരുത്തൽ ഉണ്ടാകേണ്ടിടത്ത് തിരുത്തൽ വരുത്തി കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടിടത്ത് കൂടുതൽ ശക്തി പ്രാപിച്ച് ഈ ആത്മീയ പ്രസ്ഥാനത്തെ കുറച്ചുകൂടെ മേൽത്തരമാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുവാൻ ഞാൻ ശ്രമിക്കേണ്ടതല്ലയോ? അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വിമർശിക്കുന്ന കണ്ടാൽ ഉടനെ സമനില തെറ്റി ആക്രോശിക്കുകയോ അങ്ങനെ പറയുന്ന ആളുകളെ തേജോവധം ചെയ്യുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് ദയവായി ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ മാരാമൺ കൺവെൻഷൻ ഒരു കൺവെൻഷൻ മാത്രമല്ല, ഒരു കണ്ണാടി കൂടെയാണ് എന്ന് ദയവായി തിരിച്ചറിയുക. ഇതെനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാം. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, മാരാമണ്ണിൽ പോകുക എന്നത് പ്രാഥമികമായും എല്ലാ മാർത്തോമാക്കാരുടെയും സ്വകാര്യ സമ്പത്തും അഹങ്കാരവും അഭിമാനവുമാണ്. എനിക്കതിൽ അല്പം പോലും പരാതിയില്ല എന്ന് മാത്രമല്ല, അത് ഞാൻ അതീവമായി സന്തോഷിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ദയവായി അല്പം സഹിഷ്ണുതയോടുകൂടെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം. ഞാൻ മാർത്തോമാക്കാരായ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, എന്നോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്. നാം ഏത് ആത്മാവിലാണ് ഇപ്പോൾ ഈ മാരാമൺ കൺവെൻഷൻ്റെ മാഹാത്മ്യത്തെ അറിയുന്നതും അറിയിക്കുന്നതും? നാം എന്തിനാണ് മാരാമൺ കൺവെൻഷന് പോകുന്നത്? ആ ചോദ്യം യേശു
ഉന്നയിച്ചതായി നിങ്ങൾക്കറിയാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം നിങ്ങൾ വായിക്കുമെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോടായിട്ട് യേശു ചോദിക്കുന്നുണ്ട്, അവിടെ കൂടി വന്ന പുരുഷാരത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? മാർദ്ദവ വസ്ത്രം ധരിച്ചവരെയോ? അല്ല, നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? പ്രവാചകനെയോ? അപ്പോൾ പല സാധ്യതകൾ യേശു അവിടെ കാണിക്കുക. നമ്മളിപ്പോൾ മാരാമണ്ണ് പോയി എന്ന് പറഞ്ഞ് നിർത്തരുത്. പോകുന്നത് നല്ലതാണ്, എല്ലാവരും പോകണം. അതേസമയം തന്നെ നമ്മുടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? ഞാൻ എന്തിന് മാരാമണ്ണ് പോകുന്നു? ആ ചോദ്യം യേശു ഉന്നയിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ്. അപ്പോൾ ഇവിടെ രാജാവിനെ കാണാനായിട്ട് നിങ്ങൾ പോയെന്ന് ചോദിച്ചാൽ, രാജാവിനെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ്, ഒരു മനോഹാരിതയാണ്, ഏതോ ഒരു പ്രത്യേകമായ അനുഭവമാണ്. ഇത് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നതിന് ഒരു തത്വചിന്തകൻ്റെ, ദാർശനികൻ്റെ സഹായം ഞാൻ തൽക്കാലം ഒന്ന് സ്വീകരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിൻ്റെ പേര് സോറൻ കീർക്കെഗാഡ് എന്നാണ്. സോറൻ കീർക്കെഗാഡ്. അദ്ദേഹം പറയുന്നത്, സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുന്നത് 3 കാഴ്ചപ്പാട് അല്ലെങ്കിൽ മനോഭാവത്തോടു കൂടെയാണ് ആളുകൾ ആരാധനയ്ക്ക് വരുന്നത്. നമുക്കിവിടെ ആരാധനയ്ക്ക് വരാൻ കൺവെൻഷനാക്കാം. കീർക്കെഗാഡ് കൺവെൻഷനെ പറ്റിയല്ല പറയുന്നത്, ആരാധനയെ പറ്റിയാണ് പറയുന്നത്. ശ്രദ്ധേയനായ ഒരു ക്രിസ്തീയ ദാർശനികനാണ്, ആത്മീയ ദാർശനികനാണ് കീർക്കെഗാഡ്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെറുപ്പകാലത്ത് എൻ്റെ മേൽ ധാരാളം ഉണ്ടായിരുന്നു എന്നത് ഈ സമയത്ത് ഞാൻ സമ്മതിക്കുകയാണ്. അദ്ദേഹം പറയുന്ന 3 താല്പര്യങ്ങൾ, 3 ദിശാബോധങ്ങൾ, 3 ഓറിയൻറ്റേഷൻസ്. അത് ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യത്തേത് എസ്തെറ്റിക്. നമ്മളൊരു ആരാധനയ്ക്ക് പോയി, മനോഹരമായിരുന്നു, പാട്ട് നല്ലതായിരുന്നു, അച്ഛൻ നീട്ടിച്ചൊല്ലി, പ്രസംഗം കേമം കേട്ട് കാത് കുളിർന്നുപോയി, പക്ഷേ ഒന്നും അവശേഷിക്കുന്നില്ല. ഇപ്പം ഒരു നാടകശാലയിൽ പോയി നാടകം കണ്ടിട്ട് പോരുമ്പോൾ കർട്ടൻ വീണ് കഴിഞ്ഞാൽ പിന്നെ ശൂന്യം. അതുപോലെ അതൊരു സമീപനമാണ്. യാതൊരു മാറ്റവും വരാതെ ഇത് കേട്ട് സന്തോഷിച്ച് ആ നിമിഷം ഈ ആരാധനയുടെ ഡ്യൂറേഷൻ്റെ ആ സമയത്ത് സന്തോഷം, ഒരു പ്രത്യേകമായ അനുഭവം. അത് കഴിഞ്ഞാൽ ചേമ്പരയിൽ വെള്ളം ഒഴിച്ച പോലെ അത് പോയി, നമ്മൾ പിന്നെ പഴയ പോലെ പട്ടിയുടെ വാല് പോലെ നമ്മൾ വീണ്ടും വളഞ്ഞ് നിൽക്കും. ഇതൊരു സമയം. അതിന് എസ്തെറ്റിക് അപ്രോച്ച് എന്ന് പറയും. 2 എത്തിക്കൽ അപ്രോച്ച്. ഇപ്പോൾ വചന ശുശ്രൂഷ നടത്തുമ്പോൾ അതിൽ കൂടെ ചില ധാർമ്മികമായ മൂല്യങ്ങൾ വിശദീകരിക്കാനായി പ്രസംഗിക്കുന്നയാൾ ശ്രമിക്കുന്നു. നന്മതിന്മകളെ കുറച്ചുകൂടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. അതിനാണ് എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എസ്തെറ്റിക് അപ്രോച്ച്, എത്തിക്കൽ അപ്രോച്ച്. 3ാമത് അദ്ദേഹം പറയുന്നത് സ്പിരിച്വൽ അപ്രോച്ച്. അപ്പോൾ ഈ സ്പിരിച്വൽ ആത്മീയമായ സമീപനം, അതിൻ്റെ ആധികാരികമായ സ്വഭാവം എന്താണ്? അദ്ദേഹം വ്യക്തമായി പറയുന്നത്, ദി ഒത്തൻറ്റിക് നേച്ചർ ഓഫ് ദ സ്പിരിച്വൽ അപ്രോച്ച് ഈസ് ദാറ്റ് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ചേഞ്ച്. സമൂലമായ പരിവർത്തനം വരുത്തുക എന്നതാണ്, അല്ലെങ്കിൽ സമൂലമായ പരിവർത്തനം പ്രാപിക്കുക, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകളെ പ്രാപിപ്പാൻ സഹായിക്കുക. അതാണ് സ്പിരിച്വൽ അപ്രോച്ച് എന്ന് കീർക്കെഗാഡ് പറയുന്നതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. വാസ്തവത്തിൽ ഈ 130 വർഷം കൊണ്ട് വളർന്ന ഈ വലിയ പ്രസ്ഥാനത്തെ ശരിക്കും ആത്മീയമായി ഒന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൻ്റെ ആത്മീയമായ ഇമ്പാക്റ്റ് എന്താണ്? ഇതിൻ്റെ എക്ലീസിയൽ ഇമ്പാക്റ്റ് നമുക്കറിയാം, ഇതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് നമുക്കറിയാം, കൾച്ചറൽ ഇമ്പാക്റ്റ് അറിയാം, കൊമേഴ്ഷ്യൽ ഇമ്പാക്റ്റും അറിയാം. അതൊക്കെ പ്രകടമാണ്. ഇതിൻ്റെ ആത്മീയമായ ഇമ്പാക്റ്റാണ്. എത്ര പേർക്ക് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകാൻ ഇത് സഹായിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തോടുകൂടെയാണോ ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ നടത്തപ്പെടുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുന്നത് എന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമാണ്. മാരാമൺ ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു പരിഗണന അതിൻ്റെ സംഘാടകർ സ്വീകരിക്കുമെങ്കിൽ, അതുകൊണ്ട് മാരാമൺ കൺവെൻഷനും അതിൽ കൂടെ കേരളത്തിലെ ജനതയ്ക്കാകമാനവും വലിയ വലിയ ആത്മീയ അനുഗ്രഹം ഉണ്ടാകും എന്ന പ്രത്യാശയിലാണ് ഞാനിത് പറയുന്നത്. ഇനി മുൻപോട്ട് നോക്കുമ്പോൾ
അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഒരു നോട്ട്സ് ഇത് നോക്കിയാണ് ഞാൻ നോട്ട്സ് ഉണ്ടാക്കുന്നതൊക്കെ നോക്കുന്നതൊക്കെ ചിലർ എന്നെ കളിയാക്കി പറയുന്നുണ്ട്. എനിക്ക് യാതൊരു ലജ്ജയുമില്ല. എപ്പോഴും ഞാൻ നോട്ട്സ് ഉണ്ടാക്കാറില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയാണ്. സത്യമായി അംഗീകരിക്കുന്നതിന് എന്താണ് മടി, ഇതിനെന്താണ് നാണക്കേട്? അപ്പോൾ ഞാൻ നോട്ട്സ് നോക്കി തന്നെയാണ് ഇത് പറയുന്നത്. ഇനിയും അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് മാർത്തോമാർ സംഘാടകരും അതിൽ പങ്കെടുക്കുന്നവരും അതിനെപ്പറ്റി വലിയ അഭിമാനത്തോടുകൂടെ, ന്യായമായ അഭിമാനം, അതായത് ലെജിറ്റിമേറ്റ് പ്രൈഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ന്യായമായ അഭിമാനം, മാർത്തോമാസ് അംഗങ്ങൾക്ക്, മാർത്തോമാസ് സഭ വിശ്വാസികൾക്ക് മാരാമണ്ണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ വളർച്ചയുടെ ചരിത്രത്തെപ്പറ്റി, ഇപ്പോഴുള്ള അവസ്ഥയെപ്പറ്റിയല്ല, ഇതുവരെ വളർന്ന ചരിത്രത്തെപ്പറ്റി അഭിമാനിക്കാൻ വളരെ വകയുണ്ട്. യാതൊരു സംശയമില്ല. മറ്റൊരു സഭയ്ക്കുമില്ലാത്ത വിധത്തിൽ അവർക്ക് ഇത് സംബന്ധമായ അഭിമാനത്തിന് അർഹതയുണ്ട് എന്നത് ആരും ഒരിക്കലും വിസമ്മതിക്കുകയില്ല. അത് തലകൊന്നിച്ച് സമ്മതിക്കുക നിവൃത്തിയുള്ളൂ. ഞാൻ അങ്ങനെ സമ്മതിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ഇവിടെ എനിക്ക് ഇതിൻ്റെ ഉത്തരാവകാശികളായ, ഇതിൻ്റെ ഇൻഹെറിറ്റേഴ്സായിട്ടുള്ള ഇപ്പോഴത്തെ മാർത്തോമ സഭാവിശ്വാസികളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഭാഷയിൽ സാർഡിസ് സിൻഡ്രോം എന്ന് പറയും. സാർഡിസ് സിൻഡ്രോം, അതായത് വെളിപ്പാട് പുസ്തകത്തിൽ ഏഷ്യയിലെ സഭകൾക്ക് ദൈവം ദൂത് കൊടുക്കുമ്പോൾ അതിൽ സർദീസിലെ സഭയ്ക്ക് ഒരു ദൂത് കൊടുക്കുന്നുണ്ട്. അതെന്താണ്? നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും നീ മൃതപ്രായനാണ്. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മൃതപ്രായനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് അലൈവ് ബട്ട് യു ആർ ഡെഡ്. ഇത് വളരെ സത്യമാണ്. ഇതിനാണ് ഞാൻ സാർഡിസ് സിൻഡ്രോം, അതായത് സർദീസിൻ്റെ രോഗം എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, സഭ കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ പിന്നെ അത് മതി, മുൻപോട്ട് പോകരുത്. അപ്പോൾ നിർജീവമായി മരിച്ച ഒരു ശവം പോലെ അങ്ങനെ കിടക്കുക. നമുക്കറിയാം, വലിയ ആളുകൾ മരിക്കുമ്പോൾ അത് നന്നേ അലങ്കരിച്ച് ഒത്തിരി പൂവ് വിദേശത്ത് നിന്ന്, ഇപ്പം ബിഷപ്പ് KP യോഹന്നാൻ മരിച്ചപ്പോൾ ഹോളണ്ടിൽ നിന്ന് വലിയ ഒത്തിരി പൂക്കളൊക്കെ ഇറക്കുമതി ചെയ്ത് ഏറ്റവും മഹനീയമായി മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ശവം അങ്ങനെ വളരെ മാനം കൊടുത്ത്, മാന്യത കൊടുത്ത്, അതിന് വലിയ പ്രാധാന്യം നൽകി പൊതുരംഗത്തെ പ്രദർശിപ്പിച്ചു. അതിലൊന്നും നമുക്കാർക്കും യാതൊരു വിമർശനവുമില്ല, വിയോജിപ്പുമില്ല, അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ വളരെ മോഡിയോടുകൂടെ, ഞാനൊരു വ്യക്തിയുടെ പേരല്ല, മോഡി വളരെ മോഡിയോടുകൂടെ ഒരു ശവം പ്രദർശിപ്പിക്കുന്നത് പോലെ നമുക്കൊരു കൺവെൻഷൻ വെക്കാൻ സാധിക്കും. ആർക്കും കഴിയാത്ത വിധത്തിലുള്ള ആ ഒരു പ്രൗഢിയിൽ അങ്ങനെ അവിടെ വെച്ചിരിക്കാം. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ, അതാണ് ബെത്സൈദ കുളം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇന്നും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടില്ല. ആ കുളത്തിലെ വെള്ളം കലങ്ങിയാൽ മാത്രമേ രോഗശാന്തി വരികയുള്ളൂ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിർജീവമായി അലങ്കരിക്കപ്പെട്ട ശവം പോലെ എത്ര വലിയ തോതിൽ മാനത്തിൽ വെച്ചാലും ഒരു പ്രയോജനവുമില്ല. ഇതുകൊണ്ട് ഈ സമൂഹത്തിന് ഉണ്ടാകുന്ന അനുഭവവും പ്രഭാവവും എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. മാരാമൺ കൺവെൻഷൻ ഇങ്ങനെ നാൾക്ക് നാൾ വർഷം തോറും നടക്കുന്നത് കൊണ്ട് ആ പ്രദേശത്തിനും കേരളത്തിനും എന്ത് വെളിച്ചമാണ് ലഭിക്കുന്നത്? ഒന്നും ലഭിക്കുന്നില്ല എന്നല്ല ഞാൻ ഈ പറയുന്നത്. വേണ്ട തോതിലാകുന്നുണ്ടോ? നമുക്കിനിയും ഇതിനേക്കാൾ മെച്ചമായി ഈ സംസ്ഥാനത്തെ ആത്മീയമായി സ്വാധീനിക്കുന്നതിൽ മാരാമൺ വളരെ സുപ്രധാനമായ ഒരു ഉപകരണമായി ഉപയോഗിക്കാമോ? ഏറ്റവും മേൽത്തരമായി ഇനിയും എങ്ങനെയാണ്? കാലം മാറുന്തോറും, സാഹചര്യങ്ങൾ മാറുന്തോറും, ജനങ്ങളുടെ അനുഭവങ്ങൾ മാറുന്തോറും അതിനനുസരിച്ച് അതിൻ്റെ മാരാമൺ കൺവെൻഷൻ്റെ പ്രസക്തി കുറഞ്ഞു പോകാതെ ഓരോ വർഷവും വർദ്ധിച്ചു വരത്തക്കവണ്ണം ഇതിനെ എങ്ങനെ നമുക്ക് ആ ഒരു ബെത്സൈദ കുളത്തിലെ കലക്കൽ പോലെ രോഗശാന്തി വരുത്തുന്നൊരു കലക്കലുണ്ട്, ഉള്ള രോഗവും നശിപ്പിക്കുന്ന കലക്കലുമുണ്ട്. രണ്ടുമുണ്ട്.
ഞാൻ ആദ്യത്തേതാണ് ഉദ്ദേശിക്കുന്നത്. വെറും കലക്കലുണ്ടാക്കാനായിട്ടല്ല, അത് ജീവൻ്റെ ഒരു അനുഭവം. മാരാമൺ ജീവൻ തുടിക്കുന്ന ഒരു അനുഭവമായി, ഒരു ആത്മീയ അനുഭവമായി രൂപാന്തരപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ആയിരുന്നു ഇതിൻ്റെ ആരംഭം. ആ അവസ്ഥ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? സത്യമായി നാം നമ്മോട് തന്നെ ചോദിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, എഫെസോസിലെ സഭയ്ക്ക് പറയുന്നില്ല, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ, ഒരു കുറ്റം നിന്നെപ്പറ്റി പറയാനുണ്ട്, നിൻ്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. യു ഹാവ് ലോസ്റ്റ് യുവർ ഫസ്റ്റ് ലവ്. എന്താണ് ഈ ആദ്യ സ്നേഹം? ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായി, ഏറ്റവും ആവേശത്തോടു കൂടെ തൻ്റെ കഴിവിൻ്റെ 100% 1000% ഉപയോഗിച്ച് ഏറ്റവും നല്ല വിധത്തിൽ ബന്ധം പുലർത്തുക, ആ അനുഭവം വളർത്തിയെടുക്കുക. അതാണ് ആദ്യ സ്നേഹം. മാത്രമല്ല, ആദ്യ സ്നേഹത്തിൻ്റെ ആധികാരികത എന്താണ്? പൂർണ്ണമായി സ്വയത്തെ ത്യജിക്കുന്ന സന്തോഷമാണ് ആദ്യ സ്നേഹം. അത് നഷ്ടപ്പെട്ടു പോയി. ആദ്യ സ്നേഹത്തോടുകൂടെ മാരാമൺ നടത്തിയാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം നസ്രയനായ യേശുവായിരിക്കും. അല്ലാതെ അവിടെ കയറിയിരിക്കുന്ന മെത്രാന്മാരോ അല്ലെങ്കിൽ അവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഇറക്കുമതി ചെയ്യപ്പെട്ട വലിയ വലിയ പ്രാസംഗികരൊന്നും അല്ല. ആ ഒരു കേന്ദ്ര ബിന്ദു നഷ്ടപ്പെട്ടു പോകുന്നുവോ, മങ്ങലേക്കുന്നുവോ, അല്ലെങ്കിൽ അപ്രത്യക്ഷമായോ തിരോധാനം ചെയ്തോ എന്ന് മാർത്തോമ സഭ സഹോദരങ്ങൾ ചിന്തിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ആദ്യ സ്നേഹം വീണ്ടെടുക്കുവാൻ കഴിയട്ടെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിനക്ക് ജീവനുണ്ട് എന്നൊരു പേരുണ്ടെങ്കിലും നീ യഥാർത്ഥത്തിൽ മരിച്ചവനാണ്. ഇനി അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 5 വർഷം യാതൊരു മുടക്കവുമില്ലാതെ മാരാമൺ മുഖ്യ പ്രാസംഗികനായിരുന്നു. ഞാൻ വീമ്പിളക്കാനായിട്ട് പറയുന്നതല്ല. എന്നാൽ ഞാൻ ആദ്യം അവിടെ പ്രസംഗിച്ച ശേഷം എവിടെ പോയാലും എന്നെ ആളുകൾ അറിയുന്നത് മാരാമൺ പ്രസംഗിച്ച ആളെന്നാണ് പറയുന്നത്. ഞാൻ 2001 ആദ്യമായി മാരാമൺ പ്രസംഗിക്കുന്നത്. അന്ന് എനിക്ക് 51 വയസ്സ് പ്രായമുണ്ട്. ഈ 51 വയസ്സുകൊണ്ട് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ഞാൻ ചില നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. പക്ഷേ അത് മുഴുവനും ഇല്ലാതെയായി. ഞാനൊരു മാരാമൺ കൺവെൻഷൻ പ്രസംഗകനായി മാത്രമാണ് പിന്നെ അറിയപ്പെട്ടത്. പ്രത്യേകിച്ച് മാർത്തവക്കാരുടെ ഇടയിൽ വരുമ്പോൾ ഒയ്യോ, ഇദ്ദേഹം മാരാമൺ പ്രസംഗിക്കുന്ന ആളാണ്. ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്, ഇയാൾ പണ്ട് മാരാമൺ പ്രസംഗിച്ച ആളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ചാൽ നിങ്ങളോട് പറയട്ടെ. ഇനിയും ആദ്യത്തെ തവണ 2001 ഞാൻ മാരാമണിൽ പ്രസംഗിച്ച് അവസാന ദിവസം ഞാൻ അവിടെ നിന്ന് കെട്ടുകെട്ടുമ്പോൾ അതിൻ്റെ സംഘാടകരായ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, വളരെ വളരെ ബഹുമാനത്തോടെ, എങ്ങനെ സാധാരണ ഒരു വ്യക്തി മെത്രാന്മാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ബഹുമാനം കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ചോ, മണക്ക് പ്രസംഗിച്ച ശേഷം കൊച്ചു കൺവെൻഷനിലെങ്ങും പോയി പ്രസംഗിക്കാതെ ഞങ്ങൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞു. അതെൻ്റെ മനസ്സിൽ നന്നേ കൊണ്ടു. അവിടെ മാരാമണ്ണിൽ തകർച്ചയുണ്ട് എന്നെനിക്ക് മനസ്സിലായി. സത്യമായി എനിക്ക് മനസ്സിലായി. അപ്പോൾ മാരാമൺ അതിൽ തന്നെ ഒരു ബിംബമായി മാറുകയാണ്. മാരാമൺ ഈസ് ബിക്കമിങ് ആൻ ഐഡൽ. ഇത് ഞാൻ പറയുമ്പോൾ ദയവായി അതിൻ്റെ സതുദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ബിംബമാകുക എന്ന് പറഞ്ഞാൽ? ഒരു കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എത്ര വലുതായാലും ചെറുതായാലും അതിൻ്റെ ഉദ്ദേശം എന്താണ്? വചനം, എഴുതപ്പെട്ട വചനത്തിൽ കൂടെ ജീവൻ്റെ വചനമായ യേശുവിലേക്ക് ആളുകളെ വഴി നടത്തുക എന്നത് മാത്രമാണ് ഒരു കൺവെൻഷൻ്റെ ലക്ഷ്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പുരുഷാരത്തെ ഊട്ടുന്നതിന് വേണ്ടി യേശു ചിന്തിക്കുമ്പോൾ അന്ത്രയോസ് ഒരു ബാലൻ്റെ കൈ പിടിച്ച് അവനെ യേശുവിലേക്ക് നടത്തുന്ന ആ ഒരു സംഭവമല്ലേ,
അതാണ് കൺവെൻഷൻ. അതില്ലാത്തതൊന്നും കൺവെൻഷനല്ല. എത്ര വലിയ വലിയ പുരുഷാരം വന്നാലും എവിടെ നിന്നൊക്കെ നിങ്ങൾ സുവിശേഷ പ്രസംഗകരെ ഇറക്കുമതി ചെയ്താലും, എത്ര വലിയ തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങിയാലും അത് കൺവെൻഷനാകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ 100% തെറ്റായിരിക്കാം, പക്ഷേ ഇതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് നിങ്ങളെ അറിയിക്കാതിരിക്കാൻ മാർഗമില്ല. ബഹുഭൂരിപക്ഷം മാർത്തോമ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളവും ഐമേനികളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും മാരാമൺ കൺവെൻഷൻ ഒരു ഉപാധിയല്ല, അതൊരു വലിയ ബിംബമാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ് ബട്ട് ആൻ ഐഡൽ. ഒരു ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതല്ല. അതുകൊണ്ട് നാം നേടേണ്ട ലക്ഷ്യം, ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ അടുക്കളയുണ്ട്. അടുക്കളയിൽ പിച്ചാത്തിയുണ്ട്. ഇതിലാണ് പച്ചക്കറി അറിയാൻ, മീൻ വെട്ടാൻ, ഇറച്ചി ഒന്ന് മുറിക്കാൻ ഒക്കെയാണ്. അപ്പോൾ അത് പാചകത്തിന് വേണ്ടിയാണ് കത്തി. അപ്പം നമ്മളൊരു സ്വർണം കൊണ്ടൊരു കത്തി ഉണ്ടാക്കി അവിടെ വെച്ചു. തൊടരുത്, ആരും തൊടരുത്. അത് വലിയ പെട്ടിയിലാക്കി പൂട്ടി താക്കോലും കക്ഷത്തിൽ വെച്ച് നടന്നാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ ഏത് ഉപകരണവും അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ അതൊരു ബിംബമായി മാറും. അപ്പോൾ ഇന്ന് മാരാമൺ കൺവെൻഷൻ, ഞാൻ സൂചിപ്പിച്ച ഉദാഹരണത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അന്ത്രയോസ് അപ്രകാരം ആ ബാലനെ കൈപിടിച്ച് യേശുവിൻ്റെ സമീപത്തേക്ക് ആനയിച്ചുവോ, അപ്രകാരം ജനങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ഉപകരണമായിട്ടാണോ കാണുന്നത്? അല്ല, അതൊരു സ്വർണ്ണക്കത്തി പോലെ ഒരു പെട്ടിയിൽ പൂട്ടിവെച്ച് ആരാധിക്കുന്ന ഒരു ബിംബം പോലെയാണോ നിങ്ങൾ കാണുന്നത് എന്നതിനെപ്പറ്റി ഒരു ചിന്തയുണ്ടാകണം. ഇല്ല എങ്കിൽ ഈ ഒരു പരിപാവനമായ ലക്ഷ്യത്തിൽ നിന്ന് മാരാമൺ കൺവെൻഷൻ വിഘടിച്ചു പോയാൽ അത് യാതൊരു വിലയുമില്ലാത്ത വലിയ വലിയ ചവറുകളുടെ കൂമ്പാരമായി മാത്രമേ ആത്മീയമായ കണ്ണിൽ കൂടെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വളരെ വിനയമായി ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു കാരണം, അങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു തെളിവാണ് ആരെങ്കിലും വിമർശനാത്മകമായ ഒരു കാര്യം പറഞ്ഞാൽ അതൊരു വലിയ അപകടമായി, അത് സഭയ്ക്ക് നേരെ നടത്തുന്ന വലിയ അക്രമമായി, അത് മാരാമൺ കൺവെൻഷനെതിരെ നടത്തുന്ന വലിയ കുപ്രചരണമായി കാണുകയും അങ്ങനെ പറയുന്ന ആളുകളെ വല്ല വിധത്തിൽ ഒതുക്കാം എന്ന വിധത്തിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ കാര്യം, മാരാമൺ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു ബിംബമായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അല്ല, ഇത് ഒരു ഉപകരണമാണ് എങ്കിൽ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ, അങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ ആത്മീയമായ ഫലം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്, അത് പ്രയോജനപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള വിമർശനത്തെ ഫീഡ്ബാക്കായി മനസ്സിലാക്കി അതിൽ നിന്ന് പ്രസക്തമായ എന്തെങ്കിലും ബോധ്യപ്പെട്ടാൽ അത് പ്രയോജനപ്പെടുത്തി ഈ ആത്മീയ പ്രസ്ഥാനത്തെ കൂടുതൽ മഹനീയമാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുവാൻ കഴിവില്ലാത്ത ആളുകൾ മാരാമണിനെ ഒരു ബിംബമാക്കിയാണ് കാണുന്നത്, ബിംബാരാധനയ്ക്കാണ് അവിടെ പോകുന്നത് എന്ന് മനസ്സോടെ എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ പറയുകയാണ്. അതങ്ങനെ തുടർന്നു പോകണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഇത് വലിയ വലിയ സാധ്യതകളുള്ള, അതുല്യമായ, ഇതിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ലാത്ത ഒരു സുപ്രധാനമായ ആത്മീയമായ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനവും സ്ഥാപനവും നമ്മുടെ വ്യത്യാസങ്ങൾക്കറിയാം. ഒരു സ്ഥാപനം കല്ല് പോലെ അവിടെ ഇരിക്കും, പ്രസ്ഥാനം ഒരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ്. പ്രവാഹത്തിൽ കൂടെ എന്ത് സംഭവിക്കണം? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിലുണ്ടത്. ദേവാലയത്തിൻ്റെ ഉമ്മരത്തിൻ്റെ അടിയിൽ നിന്ന് പുറപ്പെടുന്ന നദി, അതിൻ്റെ പ്രവാഹം, അത് പോയി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെ ജീവൻ ഉണർത്തെഴുന്നേൽക്കുന്നു. ഇറ്റ് കിൻഡിൽസ് ന്യൂ ലൈഫ്. മാരാമൺ അപ്രകാരമുള്ളൊരു ആത്മീയമായ പ്രവാഹമായി കേരളത്തിൻ്റെ മണ്ണ് മുഴുവനും നനയ്ക്കട്ടെ. അതുകൊണ്ടിവിടെ പുതിയ പുതിയ ജീവിത വെളിച്ചം
ആത്മീയമായ കൊയ്ത്ത്, നന്മയുടെ സൂര്യോദയം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന താല്പര്യത്തിൽ മാത്രമാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുമായി പങ്കിടുന്നത്. ഇതിൻ്റെ ഉദ്ദേശത്തെ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കുകയും എന്നെ ഒരു ശത്രുവായി ചിത്രീകരിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശിരസ വഹിക്കുന്നത് എനിക്ക് യാതൊരു പ്രയാസവുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പലരും പറയുന്നുണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് മാരാമണ്ണ എനിക്ക് പ്രസംഗിക്കാൻ അവസരം നൽകാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നവരുണ്ട്. സത്യം അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, എനിക്ക് ലോകത്തിൽ ഒരു മൈക്കും മൈതാനവും താല്പര്യമില്ല. ഞാനൊരു ചിന്തകനാണ്. ഞാൻ വാവിട്ടലയ്ക്കുന്ന വ്യക്തിയല്ല. എൻ്റെ യഥാർത്ഥത്തിലുള്ള സന്തോഷം എൻ്റെ ഉള്ളിൽ ചിന്തയുടെ പൂക്കാലം, വസന്തകാലം എപ്പോഴും അസ്തമിക്കാതെ നിൽക്കുന്നു എന്നതാണ്. മാത്രവുമല്ല ആരുടെയെങ്കിലും മുൻപിൽ പോയി ഒരവസരത്തിനോ ഔദാര്യത്തിനോ യാചിക്കേണ്ട ഗതികേട് ദൈവം എനിക്ക് വരുത്തി വച്ചില്ല എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു വേദിയിലും പോയി പ്രസംഗിക്കുകയില്ല. മാരാമണ്ണല്ല, ഒരു വേദിയിലും ഞാൻ പോയി പ്രസംഗിക്കുകയില്ല. കാരണം ഈ പ്രസംഗം, ഈ കൺവെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്ന വിധത്തിൽ, ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ, ഇപ്പോഴത്തെ താരിപ്പിൽ അർത്ഥശൂന്യമായ അഭ്യാസങ്ങളാണ് എന്നത് 100% എനിക്ക് വ്യക്തമായിട്ടറിയാം. മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ ദൈവത്തെ കണ്ടെത്തുന്നില്ല എങ്കിൽ, മനുഷ്യൻ അവൻ്റെ സ്വന്തം അന്വേഷണത്തിൽ കൂടെ യേശുവിൻ്റെ ആത്മീകമായ വെളിച്ചത്തെ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് ചലിക്കുവാനും കൂട്ടാക്കുന്നില്ല എങ്കിൽ പിന്നെ ഒന്നുകൊണ്ടും ഒരു പ്രയോജനവുമില്ല. ഇത് ജീവിതം എന്നെ പഠിപ്പിച്ച സത്യമാണ്. അതുകൊണ്ട് ശിഷ്ടമുള്ള നാളുകൾ 100% എൻ്റെ ഭവനത്തിൽ തന്നെ നിശബ്ദമായിരുന്ന് വായിച്ച് ധ്യാനിച്ച് അതിൽ കൂടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇപ്രകാരം യൂട്യൂബ് മുഖാന്തരം നിങ്ങളുമായി പങ്കിടുന്നതിനപ്പുറത്ത് എനിക്ക് യാതൊരു താല്പര്യവും ഇനിയും ഈ ലോകത്തിൽ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ക്ഷണിച്ചില്ല എന്നതിൽ എനിക്ക് പരാതിയല്ല, എനിക്ക് വലിയ നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് എന്ന ദൈവനാമത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് ഈ ചിന്തകൾ അതല്പം, ഈ വീഡിയോ അല്പം നീളം കൂടിയതിലുള്ള ക്ഷമാപണവും കൂടെ അറിയിച്ച് ഉപസംഹരിക്കുന്നു. ദയവായി നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക. അത് എൻ്റെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തെ കൂടുതൽ പരിപോഷിപ്പിക്കും എന്നതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും, നിങ്ങൾ എന്നോട് പങ്കിടുന്ന ഓരോ വാക്കും, കമൻറ്റ് ബോക്സിലെ പ്രതികരണങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ, ഒന്നും ഒഴിച്ചുകൂടാതെ, ഒന്നും അവഗണിക്കാതെ ഞാൻ പ്രത്യേകമായി വായിച്ച് ധ്യാനിച്ച് അതിൽ കൂടെ ഞാൻ സ്വീകരിക്കേണ്ട തിരുത്തലുകൾ, അർത്ഥവത്തായ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഏവർക്കും കൂപ്പുകൈ. നന്മയുണ്ടാകട്ടെ, നന്മ മാത്രമുണ്ടാകട്ടെ. മാരാമൺ കൺവെൻഷനെ ദൈവം അനുഗ്രഹിക്കുകയും ആത്മീയമായ പുതുക്കത്തിൻ്റെ പുതുപുലരിയിലേക്ക് അതിനെ നയിക്കുകയും ചെയ്യട്ടെ. ആമേൻ, ആമേൻ.